summarizing and computing descriptive statistics. So if I have a file with a large amount of data, then it will be helpful to know the maximum amount of value, minimum amount of value, the sum, average, median, etc. So adellam statistical measures aanu. So you can read from a file with lots of data and you can calculate statistics on that. So for this example, I have a file called accident.csv. അതൊരു CSV stands for comma separated value. അപ്പോൾ എനിക്ക് കോമ സെപ്പറേറ്റ് ചെയ്ത് ഉള്ളൊരു ഫയലുണ്ട്. അതിൻ്റെ പേര് ആക്സിഡൻറ്റ് എന്നാണ്. ആക്സിഡൻറ്റ് ഈ ഫയൽ എന്താണെന്ന് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദ ഇയർ 2015 to 2018 total number of accidents reported in different states and union territories of India. അപ്പം അങ്ങനെ ഒരു ഫയൽ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. സോ വി വിൽ സി ഹൗ ടു റീഡ് ദാറ്റ്. അതൊരു CSV ഫയലാണ്, കോമ സെപ്പറേറ്റഡ് വാല്യൂ. സോ ഇഫ് ഐ വാണ്ട് ടു റീഡ് ദിസ്, ഐ നീഡ് ടു യൂസ് ദ മെത്തേഡ് read_CSV. read_CSV എന്നുള്ള ഫംഗ്ഷൻ PD എന്ന് പറയുന്നത് പാണ്ടാസിൻ്റെ ഷോർട്ട് ഫോമാണ്. PD.read_CSV. Then I need to give the accident file name. File name is accident.csv. And after that, I can specify the index column. I have given index column equal to 0, which means that the main column I will be considering is the index of the table is the column number 0. ഇത് എല്ലാ പ്രാവശ്യവും യൂസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ബട്ട് ഐ ക്യാൻ ഗീവ് ദാറ്റ്. ഞാനിങ്ങനെ കൊടുത്തില്ലെങ്കിൽ an automatic a new column will be added on the as one of the first column, and it will be given indices starting from 0 തൊട്ട് ഇൻഡീസസ് പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് കോളത്തിന് ഞാൻ ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ ഇഫ് ഐ ഗേവ് ദ ആർഗ്യുമെന്റ് ഇൻഡെക്സ് കോളം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാം, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ ഐ ക്യാൻ റീഡ് ദിസ്. ദെൻ ഇഫ് ഐ റൺ ദിസ്, ഐ ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് ദ ഡേറ്റ. അപ്പം ഞാനിവിടെ ഇൻഡെക്സ് കോളം 0 കൊടുത്തുകൊണ്ട് എനിക്ക് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു കോളം വന്നിട്ടില്ല. ഞാൻ ഇൻഡെക്സ് ആയിട്ട് എടുക്കുന്നത് സ്റ്റേറ്റിൻ്റെ പേരാണ്. അപ്പം സ്റ്റേറ്റിൻ്റെ പേര് യുണീക്ക് ആയതുകൊണ്ട് എനിക്ക് ഇതിനെ ഇൻഡെക്സ് ആയിട്ട് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് പോസിബിൾ. അതുകൊണ്ടാണ് ഞാൻ ഇൻഡെക്സ് കോളം ഈക്വൽ ടു 0 എന്ന് കൊടുത്തത്. അപ്പം ഞാനിത് കൊടുത്തില്ലായിരുന്നെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ് യു ക്യാൻ സീ ദാറ്റ് ഐ വിൽ ബി ഹാവിങ് എ ഇൻഡെക്സ് നമ്പർ അറ്റാച്ച്ഡ് ടു ദ ലെഫ്റ്റ്. അപ്പം ഒരു ഇൻഡെക്സ് നമ്പർ അറ്റാച്ച് ചെയ്യും. ആ ഇൻഡെക്സ് നമ്പർ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് കൊടുത്തതുകൊണ്ട് ഐ ക്യാൻ സീ ദാറ്റ് ദർ വോണ്ട് ബി എനി നമ്പറിങ്, ദർ വോണ്ട് ബി എനി ന്യൂ കോളം, ആൻഡ് ഐ വിൽ ബി കൺസിഡറിങ് ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ് ആസ് ദ ഇൻഡെക്സ് കോളം. അപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെയും യൂണിയൻ ടെറിട്ടറിയുടെ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഫ്രം ദ ഇയർ 2015 to 2018 എൻ്റെ കയ്യിലുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് അറിയണമെങ്കിൽ, പെട്ടെന്ന് അതിൽ എന്തൊക്കെ ഡേറ്റയാണുള്ളതെന്ന് അറിയണമെങ്കിൽ വാട്ട് ഐ ക്യാൻ ഡു ഈസ് there is a method called describe. Describe എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ഇഫ് ഐ റൺ ദിസ്, ഐ ക്യാൻ സീ ദാറ്റ് ഓരോ കോളം എന്ന് പറയുന്നത് ദാറ്റ് കറസ്പോണ്ട്സ് ടു ഈച്ച് ഓഫ് ദി ഇയേഴ്സ് 2015, 2016, 2017 ആൻഡ് 2018. അതിൽ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ നമുക്ക് കാണാൻ പറ്റും. 37 റോസ് ആണുള്ളത് ഫോർ ദി ഇയർ 2015 to 2018. മീൻ വാല്യൂ, മീൻ നമ്പർ ഓഫ് ആക്സിഡൻറ്റ് 2015 മീൻ നമ്പർ ഓഫ് ആക്സിഡൻറ്റ് 2459 ആണ്. ബട്ട് ഇതിലൊരു പ്രോബ്ലം ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് റോ ആയിട്ട് ഞാൻ ടോട്ടൽ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് റോയിൽ ടോട്ടൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം ഐ ആം കാൽക്കുലേറ്റിംഗ് ദ മീൻ യൂസിങ് ദ ടോട്ടൽ ഓൾസോ. ഈ ടോട്ടലും കൂടെ ചേർത്താണ് ഞാൻ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് റെലവൻ്റ് അല്ല. എനിവേ ദ ഡിസ്ക്രൈബ് മെത്തേഡ് പ്രൊവൈഡ്സ് കൗണ്ട്, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദ മിനിമം വാല്യൂ. മിനിമം വാല്യൂ 0 ആണ്. അപ്പോൾ ഏതോ സ്റ്റേറ്റിൽ ആക്സിഡൻറ്റ്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഫോർ എക്സാമ്പിൾ ലക്ഷദ്വീപ് എടുക്കുക. ലക്ഷദ്വീപിൽ 2015 to 2018 ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് സെയിം ഫോർ ദാദ്ര ആൻഡ് നാഗർ ഹവേലി. അത് യൂണിയൻ ടെറിട്ടറിയാണ്. അതിൻ്റെ ഏരിയ കുറവാണ്. മേ ബി ദാറ്റ് ഈസ് ദ റീസൺ.
then 25%, 50%, 75, 70, that you will see later. 2015 എന്ന് പറയുന്ന കോളത്തിൽ ഇൻറ്റിജർ വാല്യൂസ് ആണുള്ളത്. 2016 ഇൻറ്റിജർ ആണ്, 2017 ഇൻറ്റിജർ ആണ്, 2018 ഇൻറ്റിജർ ആണ്. സോ യു ക്യാൻ ഗെറ്റ് ബൈ ടൈപ്പിംഗ് df.dtypes. df എന്ന് പറയുന്നത് നമ്മുടെ ഫയലാണ്. df equal to എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. df equal to the CSV file. Then I want to remove a new row. ഇതുപോലെ തന്നെ എനിക്ക് ന്യൂ റോ ആഡ് ചെയ്യാനും പറ്റും. അപ്പം എനിക്ക് ന്യൂ റോ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് റോ ഞാൻ റിമൂവ് ചെയ്യാണ്. ലാസ്റ്റ് റോ എന്ന് പറയുന്നത് ടോട്ടലാണ്. ഈ ടോട്ടൽ എനിക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് df equal to df കോളൻ, ലെഫ്റ്റ് സൈഡിലില്ല, റൈറ്റ് സൈഡിൽ -1. ഇത് df equal to df ഓഫ് കോളൻ -1 കൊടുത്തു. -1 മീൻസ് ലാസ്റ്റ് എൻട്രി. ഇപ്പം ലെസ് ദാൻ ലാസ്റ്റ് എൻട്രി ആണ്, അപ്പോൾ ലാസ്റ്റ് എൻട്രി ഒഴിവാക്കും. ആൻഡ് ഐ ഹാവ് അസൈൻഡ് ഇറ്റ് ടു df ഇറ്റ് സെൽഫ്. അപ്പം ഞാൻ df പ്രിന്റ് ചെയ്യുവാണെങ്കിൽ ഐ ക്യാൻ സീ ദാറ്റ് ടോട്ടൽ എന്ന് പറയുന്ന ആ റോ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സം എടുക്കുവാണ്. df.sum, ഓരോ കോളത്തിൻ്റെ സം എടുക്കുവാണ്. അതിനുവേണ്ടി സം എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അത് ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷേ ബട്ട് ഐ ഹാവ് റിമൂവ് ദാറ്റ്. ഞാൻ സം എടുക്കുവാണെങ്കിൽ ഐ ക്യാൻ സീ ദാറ്റ് the sum of 2015 is 45,509. ഇതാണ് ഓൾറെഡി ഉള്ള ഡേറ്റയാണ്. ഞാനത് റിമൂവ് ചെയ്തിട്ട് ഈ മെത്തേഡ് ഒന്ന് കാണിക്കാൻ വേണ്ടി എഴുതിയെന്നുള്ളേ ഉള്ളൂ. There are 45,509 accidents in 2015 all over India. റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആക്സിഡൻസ് 45,000 ആണ്. 2016 ആയപ്പോൾ നമ്പർ ഓഫ് ആക്സിഡൻസ് 46,000 ആയി. അത് 17 ആയപ്പോൾ 47 ആയി. 2018 ആയപ്പോൾ 48 ആയി. 2019-ലും 20-ലും ഡേറ്റ അവൈലബിൾ അല്ല. ലോക്ക്ഡൗൺ ഒക്കെ ഉള്ളതുകൊണ്ട് മേ ബി 2020-ൽ നമ്പർ ഓഫ് ആക്സിഡൻസ് കുറവാകാനാണ് ചാൻസ്. ഇനി റോ വൈസ് സം ആണ് വേണ്ടെങ്കിൽ ഐ ക്യാൻ ഗീവ് df.sum വിത്ത് ആക്സിസ് ഈക്വൽ ടു 1. അപ്പോൾ റോ വൈസ് ഓരോ സ്റ്റേറ്റിൻ്റെയും 3-year സം എനിക്ക് കിട്ടും. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. You can get it by typing df.sum with axis equal to 1. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ 3-year നമ്പർ ഓഫ് ആക്സിഡൻസ് എന്ന് പറഞ്ഞാൽ 10,000 ആണ്. പിന്നെ കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ 13,000 ഉണ്ട് 3-year. ദെൻ മഹാരാഷ്ട്ര 13,000. ദെൻ ഉത്തർപ്രദേശ്, വൺ ഓഫ് ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ഇറ്റ് ഹാസ് ഗോട്ട് 28,000 ആക്സിഡൻസ്. തമിഴ്നാട് ഹാസ് ഗോട്ട് 20,000. If you take Kerala, you have 4,000. Kerala ചെറിയ സ്റ്റേറ്റ് ആണ്. ഈ ഇതുപോലെ ഡിസ്ക്രൈബ് പോലെയുള്ള ചില മെത്തേഡ്സ് ആണ് സം, മീന്, മീഡിയൻ, പ്രോഡക്റ്റ് ഓഫ് ഓൾ വാല്യൂസ്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അങ്ങനെ അത് കുറച്ചെണ്ണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.